ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് നമുക്ക് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ പറൂര് പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയെങ്കിലും ഞങ്ങൾ അവിടേക്കല്ല പോയത് ഗൈസ്. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു കേട്ടോ. നല്ല ചൂടോടുകൂടി ഒരു ചായയാണ്. ചൂടോടുകൂടി ചായ പഴംപൊരും കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ ഇത് ഞങ്ങൾ നേരെ പോകുന്നത് ലുലു മാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലുലു മാളിലോട്ടല്ല, പറൂര് ജസ്റ്റ് പാർക്കിലൊക്കെ പോയിട്ട് റിട്ടേൺ വരാമെന്നാണ് കേട്ടോ തീരുമാനിച്ചത്. പിന്നെ വിചാരിച്ച് നമുക്ക് ലുലു മാളിൽ പോകാമെന്ന്. അപ്പോൾ ഇതുവരെയും മെട്രോയിൽ കയറിയിട്ടുണ്ടായില്ല കേട്ടോ പിള്ളേരൊന്നും. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആലുവയിൽ വന്നിട്ട് മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മെട്രോയിലാണ് ലുലു മാളിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരേ ഷോകളാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ കയറുന്നത്. അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോയിലോട്ട് കയറി. അങ്ങനെ നമ്മൾ ലുലു മാളിലോട്ട് പോകുന്ന സ്റ്റോപ്പ് എത്തി ഗൈസ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ വണ്ടികൾ പോകുമ്പോൾ ലൈറ്റാണ്, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പോയിട്ട് അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ സ്റ്റോപ്പാണ് ഇത്. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളങ്ങനെ ലുലുമാൾ എത്തി ഗൈസ്. നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആ ലുലുമാളിക്ക് എടുക്കുന്ന ആ എൻട്രൻസ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നല്ല ഏരിയയാണ്, നല്ല രസമുള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ് ഇവിടെ. നല്ല ഷൂ ഉണ്ടായിട്ട് കുട്ടികളുടെ ഏരിയ കണ്ടപ്പോൾ അപ്പൂസ് എന്നെ ഇതാ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുവരെ അപ്പൂസിനെ കൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ടോയ്സൊക്കെ കണ്ടപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. അവൻ എന്ത് ചെയ്താൽ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അവനവിടെ ഓടി നടന്ന് ഓരോ സാധനത്തും ഇങ്ങനെ പിടിച്ച് വലിക്കലൊക്കെ ആയിരുന്നു. ഒരാൾ അവൻ്റെ ബാക്കിൽ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അവൻ എന്തെങ്കിലും പിടിച്ച് വലിക്കണമെന്നൊക്കെ നോക്കാനായിട്ട് ഭയങ്കര കുറുമ്പായിരുന്നു. ഞങ്ങൾ അവനെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കാരണം അവൻ എടുക്കാൻ പോലും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ ഇവിടെ ഓടി നടക്കായിരുന്നു കേട്ടോ. ഞാൻ ലുലു മാൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസും അതേപോലെ തന്നെ എടുത്ത് നോക്കുന്നതും ഈ ഒരു ടോയ്സ്, ഈ ഒരു പാവക്കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ. നല്ല ഭംഗിയില്ല ഈ പാണ്ടിനെ കാണാനായിട്ട്. ഒരു പാലം കുപ്പിയൊക്കെ പിടിച്ചിരിക്കുന്ന പാണ്ടിനെ കാണാനായിട്ട്. ഞാൻ ഇവിടെ നിന്ന് എടുത്തില്ലെങ്കിലും ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ നോക്കും കേട്ടോ. പ്രൈസൊക്കെ ഇച്ചിരി കൂടുതലാണെങ്കിലും നമ്മൾ എടുക്കാറൊന്നുമില്ല, നമ്മളതൊക്കെ വെച്ചിട്ട് പോകും. ഇതേപോലെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വയ്ക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഭൂരിഭാഗം പേരും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ആ പൂസൂട്ടിക്ക് അവരുടെ ബോൾ വേണം. അതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവനിപ്പോൾ ഭയങ്കര വാശിയായി ആ ബോൾ വേണമെന്ന്. അതൊരു ഫുട്ബോൾ ആയതുകൊണ്ട് അവൻ്റെ മീത്തടിച്ചുകൊള്ളുകൊണ്ട് ഞങ്ങളധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഭയങ്കര വാശിയായിരുന്നു അവനവിടെ നിന്നിട്ട് കളിക്കാൻ. അവന് കുറേ ബോളുണ്ടെങ്കിലും അവന് ആ ഒരു ബോളൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബോൾ കണ്ടപ്പോൾ അവന് എന്തായാലും ആ ബോൾ തന്നെ വേണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും പേര് നന്നായിട്ട് നോക്കി നിൽക്കുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? വേറെ എവിടേക്കല്ല കേട്ടോ, നമ്മുടെ അവിടെ തന്നെ ടി വിയിൽ ക്രിക്കറ്റിൻ്റെ ഗെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര കാര്യത്തിൽ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് റിട്ടേൺ അടിച്ചു. പിന്നെ നമ്മൾ ട്രെയിൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ.
അപ്പുറത്ത് പോകും ഞാൻ തൂങ്ങിയിരിക്കണോക്കെ. നീ അപ്പുറത്തേക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ ആലുവയിലെത്തി ഗൈസ്. ഇന്ന് നമ്മൾ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. പോണ വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം കൂർക്കും ഇറച്ചി ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു. ചായയും കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.